ഹലോ, അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖന്നല്ലേ? അപ്പൊ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2-3 ദിവസമായി എന്നെ കണ്ടിട്ട് അല്ലേ? ഞാനൊരു വീഡിയോന്റെ തിരക്കിലേനു. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടേനി കിച്ചൺ ഡീപ് ക്ലീനിങ് ഒരൊറ്റ ദിവസത്തെ ഒരു വീഡിയോ ആക്കിയിട്ട് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവരുന്നു എന്നുള്ളത്. അപ്പൊ 3 ദിവസം കൊണ്ട് ഞാൻ കിച്ചൺ ഡീപ് ക്ലീനിങ് ചെയ്തത് എങ്ങനെയൊക്കെയാണ് എന്നുള്ളതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു തരുന്നത് കേട്ടോ. വീഡിയോ ഒരു ഇത്തിരി ലോങ് ആണ്, പക്ഷെ എന്നാലും നിങ്ങളെ ബോറടിപ്പിക്കാതെ ഞാൻ പെട്ടെന്ന് ഇങ്ങോട്ട് അവതരിപ്പിച്ചിട്ട് അങ്ങോട്ട് പോകാന്ന്. അപ്പം നമ്മൾ ഈ ക്ലീനിങ്ങിനൊക്കെ ഒരുങ്ങിയതിന് മുന്നേ വേഗം തട്ടിക്കൂട്ടി ലഞ്ചൊക്കെ ഉണ്ടാക്കി വെക്കണല്ലോ, അതിനുള്ള പുറപ്പാടാണ്. ഇന്നാണെങ്കിൽ വെള്ളിയാഴ്ചയാണ്, എന്തെങ്കിലുമൊക്കെ ഒന്ന് സ്പെഷ്യൽ വേണമെന്ന് കെട്ടിയോൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാ വേഗം ഒരു ഇത്തിരി സ്പെഷ്യലൊക്കെ ആക്കിയിട്ട് നമ്മളെ ക്ലീനിങ് പരിപാടി തുടങ്ങാന്നുള്ളത്. അപ്പൊ ഇന്നലെ കൊണ്ടുവന്ന് വെച്ചാൽ കുറച്ച് ചിക്കൻ ഉണ്ടേനി. അപ്പൊ ഞാൻ വേഗം അതുകൊണ്ട് ഒരു ചിക്കൻ കറി ഉണ്ടാക്കാം, നെയ്ച്ചോറും ഉണ്ടാക്കാം. ഈ ഒരു രീതിയിൽ ചിക്കൻ കറി മുട്ടക്കറിയൊക്കെ വെക്കുന്നത് ആൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ് കേട്ടോ. സംഗതി സിമ്പിളാണ്. അപ്പം ഞാൻ വിചാരിച്ച് വേഗം ആ ഒരു രീതിയിൽ ചിക്കൻ കറിയും റെഡിയാക്കി, നെയ്ച്ചോറ് ഞാൻ അതിൻ്റെ അടിയിലൂടെ കൂടെ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെന്തായാലും ഞാൻ വീഡിയോയിൽ കാണിച്ചു തരുന്നില്ല. റെസിപ്പി ആയിട്ടൊന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല, കാരണം ഇന്ന് നമ്മളെ ക്ലീനിങ് ആണല്ലോ നമ്മളെ മെയിൻ. അപ്പൊ പിന്നെ രാവിലെ നേരത്തെ ആക്കിയതാണ് തന്നെ, മക്കൾക്ക് സ്കൂൾക്കും അത് മതി എന്ന് പറഞ്ഞിട്ട് മക്കൾക്കുള്ളതും ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാനിതാ ഒരു 10 മണിയായപ്പോൾ നമ്മളെ ക്ലീനിങ് നമുക്ക് ഇറക്കിക്കണം കേട്ടോ. ഇന്നത്തെ നമ്മളെ കിച്ചൺ ക്ലീനിങ്ങിൽ ഫസ്റ്റ് ഞാൻ ചെയ്യണത് മുകളിൽ നിന്ന് ഇങ്ങോട്ട് താഴത്തേക്ക് ഇറങ്ങാന്ന് വിചാരിച്ചത് കേട്ടോ. അപ്പോൾ മുകളിൽ കുറച്ച് ചെമ്പട്ടിയും ചിരക്കളൊക്കെ ഉണ്ട്. ഇതൊക്കെ വല്ലപ്പോഴും നമുക്ക് എന്തെങ്കിലും വല്ല പരിപാടിയൊക്കെ ഉണ്ടാകുമ്പോൾ മാത്രം ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് കേട്ടോ. അപ്പം അതൊക്കെ ഒന്ന് വലിച്ചിട്ട് എന്തായാലും ഒക്കെ ഒന്ന് പൊടി തട്ടണം. അപ്പം എല്ലാവരെയൊക്കെ ഒന്ന് കുളിപ്പിച്ച് കുട്ടപ്പന്മാരാക്കിയിട്ട് തിരിച്ചെടുത്തേക്കാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഞാനൊരു 2 ദിവസം കൊണ്ട് ഒക്കെ പാടെ തീർക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ, പക്ഷേ ഞാൻ വിചാരിച്ച പോലെ ആയിട്ടുണ്ടായില്ല കാര്യങ്ങൾ. അതിൻ്റെ ഇടയ്ക്ക് പിന്നെ എനിക്കൊരു വഴിക്ക് പോകേണ്ട അത്യാവശ്യങ്ങളൊക്കെ വന്നപ്പോൾ അങ്ങനെ ഏതായാലും നീട്ടി വലിച്ച് ഞാനൊരു 3 ദിവസം എടുത്തിട്ടുണ്ടായിനി കേട്ടോ. ഞാനിവിടെ മെനക്കെട്ട് ക്ലീനിങ് പരിപാടി തുടങ്ങിയ സ്ഥിതിക്ക് ഓനവിടെ നല്ല ഉഷാര കളിയിലാണ് കേട്ടോ നമ്മൾ സേൻകുട്ടന്. അങ്ങനെ മോളത്തെ സാധനങ്ങളൊക്കെ ഒന്ന് വലിച്ചിട്ട് മാറാതെ തട്ടിയെടുക്കാണ് കേട്ടോ. അജുവിന് സ്കൂൾ ഉണ്ടായതുകൊണ്ടാണ് കേട്ടോ, അല്ലെങ്കിൽ ഈ പണിയൊക്കെ ഓന് ചെയ്തു തരും. കാരണം ഇതിന് മുകളിൽ ഓന് കയറി ഇരിക്കാനും ഒക്കെ പറ്റും. അപ്പൊ പിന്നെ മാറാല തട്ടലും അടിച്ചു വാരലൊക്കെ ഓനെ ചെയ്തു തരും. പക്ഷെ ഇന്ന് ഇപ്പോ അതിനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ഞാൻ ആ കറിന്റെ പിന്നാലെ കൂടി ഫുഡ് ഉണ്ടാക്കിയേക്കാൻ നിന്ന് ഓന് പിന്നെ വെള്ളിയാഴ്ച ആയതുകൊണ്ട് നേരത്തെ സ്കൂൾ ബസ് വരുന്നതുകൊണ്ട് ഓര് പോയിട്ടുണ്ടായിനി കേട്ടോ. അപ്പൊ പിന്നെ ഓടിത്തരാൻ ആരുമില്ല, ഞാൻ ഒറ്റക്ക് തന്നെ വേഗം ചെയ്തെടുക്കട്ടെ കേട്ടോ. മേലത്തെ റാക്ക് തട്ടിക്കൊട്ടാനാണ് കുറച്ചൊന്ന് കഷ്ടപ്പാടുണ്ടായിനിയത്. ഇനിയിപ്പോൾ രണ്ടാമത്തെ റാക്കാകുമ്പോൾ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല, കാരണം സാധനങ്ങളൊക്കെ കുറച്ചും കൂടി താന്നിട്ടാണ്. റാക്ക് കുറച്ച് താന്നതായതുകൊണ്ട് നമുക്ക് എടുക്കാനും തട്ടാനൊക്കെ എളുപ്പം കഴിയും. ഇതാകുമ്പോൾ നമുക്ക് എന്നും എടുക്കേണ്ട നിത്യോപയോഗ പാത്രങ്ങളൊക്കെയാണ് അവിടെ വെച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനതൊന്ന് വലിച്ചിടണീൻ്റെ അടുത്ത് അതിൻ്റെ ഇടയ്ക്ക് ഓരോന്ന് എടുത്തുകൊണ്ട് ഒരാൾ പോകുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ആൾ ബിരിയാണി ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. അതൊക്കെ ഞാൻ ഇതിൻ്റെ ഇടയിൽ കൂടെ കാണിച്ചു തരാം കേട്ടോ. എന്തായാലും ഞാൻ പാത്രങ്ങളൊക്കെ ഒന്ന് വലിച്ചിടട്ടെ. ഒരു സൈഡിൽ പാത്രങ്ങളും ഒരു സൈഡിൽ പിന്നെ കുറച്ച് ചില്ലറ കുറച്ച് കച്ചറ സാധനങ്ങളൊക്കെയാണ് കേട്ടോ. പാക്കറ്റ് പൊട്ടിച്ചിൽ കുപ്പിയിൽ ഫില്ലാക്കിയിട്ട് ബാക്കി വെക്കുന്നതും അങ്ങനെയൊക്കെയുള്ള കുറച്ച് ഇതൊക്കെയാണ്. കുറച്ചായി ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ആക്കണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ ക്ലീൻ ആക്കാൻ എന്തായാലും ഇപ്പം ഞാൻ നനച്ചുള്ളിപ്പണി വരുന്നുണ്ടല്ലോ, ആ സമയത്ത് ഒക്കെ സെറ്റാക്കാന്ന് വിചാരിച്ച് അങ്ങനെ നിന്നത്. ഇനി ഏതായാലും നനച്ചുള്ളി പണിക്കൊക്കെ ഇഷ്ടം പോലെ പണികളുണ്ട് കേട്ടോ. എന്റെ കുഞ്ഞിച്ചക്കന് കളിന്റെ തിരക്കിലൊക്കെ ആണെങ്കിലും അത്യാവശ്യം ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അതൊക്കെ വേഗം വന്ന് എടുത്ത് സഹായിച്ചൊക്കെ തരും കേട്ടോ എൻ്റെ കുട്ടിയെ. അപ്പൊ നീറാക്കും കൂടി ഒന്ന് തട്ടി അടിച്ചു വാരി വൃത്തിയാക്കട്ടെ. ഇനിയിപ്പോ അതിന് മുകളിൽ തുടച്ചെടുക്കലേക്കാനും കുറച്ചൊരു പ്രയാസം. അധികം പൊടികളൊന്നുമില്ല, എന്നാലും ചെറുതായിട്ട് പൊടികളൊക്കെ ഉണ്ട് കേട്ടോ. ബിരിയാണി ആക്കുവോ? പിന്നെ നമ്മൾ മുകളിലത്തെ റാക്കുമ്പോൾ ഇറക്കിയ കുടുക്കളൊക്കെ അല്ലേ, അതൊക്കെ ഞാൻ കഴുകി വെയിലത്ത് തന്നെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് കേട്ടോ.
അത് കഴിഞ്ഞ് ഇത് തുടക്കണല്ലോ എന്ന് വിചാരിച്ചെങ്ങാണ്ട് ഞാൻ ധാനിച്ച് വന്നപ്പോഴാണ് തേടി വള്ളി കാലി ചുറ്റി എന്ന് പറഞ്ഞ മാതിരി കറക്റ്റ് സമയത്തിന് കെട്ടുവാൻ ഇങ്ങോട്ട് വന്നു കിട്ടോ. മൂപ്പര് വിചാരിച്ചാണ് ഇപ്പോ ഒരു 10 മിനിറ്റ് നേരം വൈകിട്ട് വന്നാൽ മതി ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം, എന്റെ കണ്ണു മുന്നിൽ വന്ന് പെട്ടുപോയില്ലേ, വേഗം ഒന്നും കൂടെ കയറി തുടച്ചേരിന്ന് പറഞ്ഞു കേട്ടോ. അപ്പൊ ആള് ഈ തുടക്കുന്ന വടിയുണ്ട്, അത് ഞാൻ അങ്ങനെ നനച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് ചെറിയ പൊടികളൊക്കെ ഉണ്ട്, അതൊക്കെ മൂപ്പര് എന്തായാലും മുകളിലത്തെ റാക്ക് തുടക്കല് മൂപ്പര് ചെയ്തെന്നു കേട്ടോ. അത് വലിയൊരു കാര്യമാണ്. പിന്നെ സാധനങ്ങൾ എടുത്തക്കാനൊന്നും വലിയ പണിയില്ല, പക്ഷെ അവിടെ നിന്ന് അടിച്ചു വരെ തുടക്കലിന് കുറച്ച് പണി. പിന്നെ ഈ താഴത്തെ റാക്കിലും ഇവിടെ ഞാനൊന്നും വിരിച്ചിട്ടൊന്നുമില്ല കേട്ടോ, കാരണം ഞാൻ പാത്രങ്ങളൊക്കെ ആ നനവ് കൊടുക്കാൻ എങ്ങനെ തോത്തി വെക്കുക. അപ്പൊ ആ വെള്ളം ആ ആ സിമെന്റ് ഇങ്ങോട്ട് വലിച്ചെടുത്തോളോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇവിടെ ഒരു സാധനം ഒന്നും വിരിച്ചില്ല കേട്ടോ. അങ്ങനെ ഞാൻ റാക്കൊക്കെ ഒന്ന് തുടച്ചിട്ടു. ഇനിയിപ്പോ ഈ വലിച്ചിട്ട സാധനങ്ങളില് ആവശ്യമുള്ളതൊക്കെ എടുത്ത് ആവശ്യമില്ലാത്തൊക്കെ ഗ്യാരണ്ടി കഴിഞ്ഞതൊക്കെ ഉണ്ടാവും. കുറേ ദിവസമായിട്ട് ഞാൻ അങ്ങനെ ഇങ്ങനെയൊന്നും ക്ലീൻ ആക്കിയിട്ടില്ല ഈ ഭാഗങ്ങളൊന്നും. അപ്പൊ അതുകൊണ്ട് അതൊക്കെ നല്ലൊരു പണി എനിക്കുണ്ട്. അപ്പൊ ആവശ്യമുള്ളതൊക്കെ എടുത്ത് ആവശ്യമില്ലാത്തത് ഒഴിവാക്കലും, പിന്നെ ഇങ്ങനെ കുറച്ച് ബക്കറ്റുകളൊക്കെ ഉണ്ട്, ഞാൻ പറഞ്ഞ പോലെ തന്നെ കുറച്ച് അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ ഇട്ടേക്കാണ്. അപ്പൊ അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി വെയിലത്തൊക്കെ ഒന്ന് കൊണ്ടുപോയി വെക്കട്ടെ കേട്ടോ. ജനു ആ ഒച്ചേട്ടൻ എന്തിനാന്നറിയോ, കുറച്ച് ദിവസം മുന്നേ കോയും കുട്ടികളും ഹൗത്തേക്ക് വന്നപ്പോ ഓനതിനെ നാട്ടാൻ ചെന്നു. അപ്പൊ കോയമ്മ ഓനൊന്ന് ആട്ടി കൊത്താൻ വേണ്ടിട്ട് നോക്കിയിട്ടുണ്ടായിനി. എന്തായാലും കൊത്തിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ തന്നെ ഞാനൊക്കെ കണ്ടിങ്ങനെ പിന്നാലെ കൂടിയതുകൊണ്ട് കൊത്തിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അന്ന് തൊട്ട് അയലൊക്കത്തുകൂടെ പോയി പോണത് കണ്ടാലും ഞാൻ ഇവിടുന്ന് അവിടെ പോയി ആട്ടണം. അതിനാണ് ആ കൂക്ക് കേട്ടോ. അപ്പൊ നമ്മളെ വെള്ളം നനക്കാൻ പാടില്ലാത്ത കുറച്ച് കുട്ടപ്പന്മാരൊക്കെ ഉണ്ട് ഇവിടെ. ഓലൊക്കെ ഒന്ന് വല്ല തോതി തുടച്ച് അങ്ങോട്ട് എടുത്തേക്കാം. ഇവലൊക്കെ ഇടക്കിടക്ക് ഞാൻ യൂസ് ചെയ്യണോലാണ്, വലിയ പൊടിയൊന്നുമില്ല. എന്നാലും ഞാൻ പറയുമ്പോൾ തന്നെ നനച്ചുള്ളിപ്പണി എന്ന് പറയുമ്പോൾ എല്ലാവരുടെ അടുത്തേക്ക് വന്ന് നനകത്തണം. അപ്പൊ പിന്നെ ഓലായിട്ട് നമ്മൾ ഒഴിവാക്കാൻ പാടില്ലല്ലോ. എല്ലാവരും ഒന്ന് നനച്ച് കഴുകി കൊടുക്കുക. ഈ റൈസ് കുക്കർ കഴുകാൻ പാടുണ്ടോ എന്ന് എനിക്കറിയില്ല, ഞാൻ എന്തായാലും കഴുകിയിട്ടൊന്നുമില്ല കേട്ടോ. ഞാനൊന്ന് നനച്ച് തുടച്ച് എടുത്തേക്കാണ് കേട്ടോ. ഇടയ്ക്ക് ഞാനങ്ങനെ ചെയ്യല് നനച്ച് തുടച്ചെടുക്കൽ തന്നെയാണ്. ഇത് കഴുകാൻ പാടുണ്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയും ഒന്ന് പറയണ കേട്ടോ കമന്റില്. എന്റെ വല്ല കൈ സഹായം വേണോ എന്ന് ചോദിച്ച് ഇടക്കിടക്ക് ഒരാൾ ഇവിടെ വന്നു നോക്കുന്നു കേട്ടോ. അതിൻ്റെ അടിയിൽ നിങ്ങൾ പാത്രത്തിന്റെ അടിയിൽ എൻ്റെ കാറുണ്ടെന്ന് പറഞ്ഞിട്ട് അതും തപ്പാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അങ്ങനെ വെള്ളം നനക്കാൻ പാടില്ലാത്ത പോലെ അപ്പം തന്നെ തുടച്ച് ഞാൻ യഥാസ്ഥാനത്തേക്ക് മാറ്റിക്കണം കേട്ടോ. ഇനിയിപ്പോൾ വെള്ളത്തിൽ മുക്കി കഴുകേണ്ട പോലെയൊക്കെ ഒന്ന് കഴുകിയെടുക്കേണ്ട സമയമാണ്. അപ്പം നമ്മൾ കരി ഒക്കെ ആവണ പാത്രങ്ങളില്ലേ, സ്റ്റീലിൻ്റെ ഒക്കെ പാത്രങ്ങൾ ഞാൻ സെബീന പൊടി ഇട്ട് കണ്ടാണ് കേട്ടോ കേൾക്കുന്നത്. അതാകുമ്പോൾ ഒരു ഇത്തിരി തിളക്കൊക്കെ കിട്ടുമല്ലോ. ബാക്കിയുള്ള സാധാ ഫൈബറും പ്ലാസ്റ്റിക്കിൻ്റെ ഒക്കെ സാധനങ്ങൾ സാധാ നമ്മളെ ലിക്വിഡ് വെച്ചിട്ട് ഒന്ന് തേച്ചരച്ച് കഴുകാണ് കേട്ടോ. ഇതിപ്പോൾ ഇതിൻ്റെ മാത്രമല്ല, കുറച്ച് ഞാൻ ഡെയിലി ഉപയോഗിക്കുന്ന കുറച്ച് പാത്രങ്ങൾ കഴുകാനായതുകൊണ്ടേനി ഒക്കെ പാടെ കൂടിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പൊ എല്ലാരും കേക്കിക്കാണ്ട് ഞാൻ എന്താ ചെയ്യണ വെച്ചെങ്കിൽ ആ ടേബിൾ ഞാനൊന്ന് തുടച്ചെടുത്തില്ല, അതിന്റെ മുകൾക്ക് അങ്ങനെ കൊണ്ടുപോയി കഴുത്താണ് കേട്ടോ. കഴിഞ്ഞ വർഷം വരെ ഞാൻ എല്ലാ പാത്രങ്ങളും പുറത്ത് കൊണ്ടേ ഇട്ടിട്ട് അതൊരു രസം തന്നെയാണ് കേട്ടോ. എൻ്റെ മുന്നേ വീഡിയോ കണ്ടവർക്കൊക്കെ അറിയാം, പുറത്തൊക്കെ കൊണ്ടേ ഇട്ട് അവിടെ ഇരുന്ന് നിരങ്ങിയൊക്കെയാണ് ഞാൻ മോര് നന്നാക്കല് കേട്ടോ. ഇന്ന് ഞാൻ പുറത്തൊന്നും കൊണ്ടുപോയിട്ടില്ല കേട്ടോ. അപ്പം ഇതാണ് നമ്മളെ ഇപ്പോഴത്തെ ഭാഗത്തിന്റെ അവസ്ഥ കേട്ടോ. എല്ലാതും തട്ടി കഴിച്ചെടുത്ത പോലെ തന്നെ ഒരുപാട് സാധനങ്ങൾ, ഇതൊക്കെ എവിടുന്ന അങ്ങനെ പെരുകി വന്നതെന്ന് ഇച്ചെന്നറിയില്ല. അപ്പൊ ഇതിൽ കുറേ നല്ലത് എടുക്കാനൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ അടിച്ചു വരി ഒന്നിച്ചാണ് കൂട്ടിയിട്ട് എന്നാൽ പിന്നെ ഒരു വാത്തിലൊന്ന് എടുത്താൽ മതിയല്ലോ, അത് വിചാരിച്ചിട്ടാണ് കേട്ടോ ഈ കൂട്ടുന്നത്. അപ്പൊ ഞാൻ കൂടിയാകാതെ കാരി തട്ടൊക്കെ മാസ്ക് പോലെ കെട്ടിക്കണ്. പക്ഷെ ഈ ചെങ്കായ്ക്ക് അതൊന്നും കെട്ടിക്കൊടുത്താൽ നിൽക്കൂല. ഇന്നെൻ്റെ ഒപ്പം കൂടണ്ടെന്ന് പറഞ്ഞാലായിട്ട് കൂടാതെ നിൽക്കൂല. ഇവനെ ഞാൻ എന്തേലൊക്കെ ഒന്ന് കഴിച്ചാൽ കൊടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ എൻ്റെ പിന്നാലെ വരെത്തും. ഇവിടുന്ന് ഇങ്ങനെ ഈ പാത്രങ്ങളെ ഇതിൻ്റെ കൊച്ചിയും വിളിയും കേട്ടിട്ട് ഓന് കളിയിൽ കോൺസെൻട്രേഷൻ കിട്ടണില്ല. അപ്പം ഓനാവശ്യമുള്ളതൊക്കെ ഓനും വന്ന് അണ്ടോ അതിൻ്റെ ഇടയ്ക്ക് പുറത്ത് കയറിയുണ്ട്. എനിക്ക് ഞാൻ അവിടുന്ന് പൊറുക്കണം ഇവിടുന്ന് പൊറുക്കണം. അപ്പൊ വലിയൊരു കവർ എടുത്തുക്കണം എന്താ വെച്ചാൽ അതിൽ കുറേ പ്ലാസ്റ്റിക്കിന്റെ കുപ്പികളാണ് കേട്ടോ. അപ്പൊ അതൊക്കെ കഴുകാൻ വേണ്ടിങ്ങാണ്ട് പുറത്തേക്ക് ഇടുകയാണേ. അത് ഇന്ന് കഴുകലില്ല, ഇന്നിപ്പോ ഞാൻ ഇതോടുകൂടി നിർത്തുകയാണ് കേട്ടോ.
വീഡിയോയിൽ കാണുമ്പോൾ എത്ര പെട്ടെന്ന് അതൊക്കെ തീർന്ന് എന്നിങ്ങനെ തോന്നും. പക്ഷെ ഞാൻ കുറേ സമയം കഷ്ടപ്പെട്ടിട്ടാണ് കേട്ടോ ഇതുവരെ തീർത്തിട്ടുണ്ടായിനിയത്. പിന്നെ ചെറിയ മക്കളൊക്കെ ഉണ്ടാവുമ്പോൾ അങ്ങനെയൊക്കെ തന്നെയാണ്. നമ്മൾ 10 മിനിറ്റ് കൊണ്ട് തീർക്കേണ്ടത് അരമണിക്കൂർ കൊണ്ട് തീർക്കും. പിന്നെ വീഡിയോയും കൂടി ഷൂട്ട് ചെയ്യുമ്പോൾ പറയും വേണ്ട. അതിൻ്റെ അടുത്ത് സിനിമോന് വിശക്കുണ്ട് പറഞ്ഞിട്ട് ഞാൻ ഫുഡൊക്കെ കൊടുത്തിട്ടുണ്ടായിനി കേട്ടോ. പിന്നെ അതാ അന്ന് വൈകുന്നേരം ആയപ്പോഴാണ് ഞാൻ നമ്മളെ കുടുക്കൊക്കെ ഉണ്ടല്ലോ ഉണങ്ങി ചൂട്ടായിട്ടുണ്ടായിന് കേട്ടോ. അതുപോലെയൊക്കെ കൊണ്ടുവന്ന് ഞാൻ അതേപോലെ അതേ സ്ഥാനത്ത് വെച്ചിട്ടോ. ജസ്റ്റ് ഒന്ന് സോപ്പിട്ട് കേക്കിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഇനി ചെറുതായിട്ട് പൊടിയൊക്കെ ഉള്ളത്. എന്നാലും ഞാൻ പറഞ്ഞ പോലെ തന്നെ നനച്ച് കുളിച്ചുമ്പോൾ എല്ലാവരും കുളിച്ചണം. ഒരാളായിട്ട് നമ്മൾ ഒഴിവാക്കാൻ പാടില്ല. അപ്പൊ എല്ലാവരും ഇങ്ങോട്ട് കുളിച്ച് കുറെ ഇങ്ങോട്ട് സുന്ദര കുട്ടപ്പന്മാരായിക്കണേ. അപ്പൊ എല്ലാവരും അതാത് സ്ഥാനത്ത് എടുത്തൊക്കെ കേട്ടോ. ഇതും ഈ എപ്പോഴും ഉപയോഗിക്കണ കുടുക്കളും ചെമ്പട്ടികളും ഒന്നുമല്ല. എന്നാലും ഓലൊക്കെ ഒന്ന് കുളിച്ച് സുന്ദരന്മാരായി കണ്ട് ഓലും നോമ്പിനൊക്കെ ഉഷാറാവട്ടെ എന്ന് വിചാരിച്ച് എല്ലാവരും ഞാൻ കുളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ. പിന്നെ വീഡിയോ കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യണ കാര്യം ആരും മറക്കരുത് കേട്ടോ. പിന്നെ വീഡിയോ ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ഇടണേ. അങ്ങനെതാ ഞാൻ എടുത്ത എല്ലാരും കുളിപ്പിച്ച് കുട്ടപ്പന്മാരായി തിരിച്ച് അതുപോലെ എടുത്ത് വെച്ചിരിക്കണം കേട്ടോ. അപ്പൊ ഫസ്റ്റത്തെ ദിവസം ഇത്ര പണികൾ മാത്രമേ എനിക്ക് ചെയ്യല് കഴിഞ്ഞിട്ടുള്ളതിന് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ രണ്ടാമത്തെ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ ഇപ്പം മുതൽ ഈ തുടങ്ങണത്. രണ്ടാമത്തെ ദിവസം മുകളത്തെ 2 റാക്ക് ക്ലീൻ ആക്കി. രണ്ടാമത്തെ ദിവസം ഇവിടം തൊട്ടാണ് തുടങ്ങുന്നത് കേട്ടോ. ഇന്നിപ്പോൾ എന്താണ് ചെയ്യുന്നത് വെച്ചെങ്കിൽ നമ്മൾ ഈ കൗണ്ടർ ടോപ്പിൻ്റെ ഒരു ഏരിയ സെറ്റാക്കലാണ് ഇന്നത്തെ ദിവസത്തെ പരിപാടി കേട്ടോ. അപ്പോൾ ഇന്നലെ ഞാൻ ഈ ഒരു സ്റ്റാൻഡൊക്കെ കേൾക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ പക്ഷേ ബാക്കിയുള്ളതൊക്കെ ചെയ്ത് വന്നപ്പോഴത്തേന് ഒരുപാട് നേരമായി. പിന്നെ എനിക്ക് ആകെ ഇങ്ങോട്ട് കുഴങ്ങിയപ്പോൾ ഞാൻ അങ്ങോട്ട് നിർത്തി വെച്ചു കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മളെ സെക്കൻഡ് ഡേ ആണ് കേട്ടോ. ഞാനൊരു 1 മണി 2 മണി വരെയൊക്കെ മാക്സിമം നനച്ചുള്ളി പണി എടുക്കുള്ളൂ കേട്ടോ. അന്നത്തെ ദിവസം ഫുള്ളായിട്ട് എടുക്കുക എന്നുള്ള കാര്യമൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് നേരത്തെ തുടങ്ങുന്നത് കേട്ടോ. അപ്പം നമ്മൾ ഈ സ്റ്റാൻഡ് അവിടെ നിന്ന് കേൾക്കാൻ കഴിയണില്ല. അപ്പം അത് ഞാൻ പുറത്തുനിന്ന് കൊണ്ടുവന്നിട്ട് ഒന്ന് കേക്ക് വൃത്തിയാക്കിട്ടോ. ഈ സ്റ്റാൻഡ് എവിടുന്നാണ് വാങ്ങിയ, ലിങ്ക് ഉണ്ടോ എന്നൊക്കെ ചിലരൊക്കെ ചോദിക്കലുണ്ട്. ഇതിന് ലിങ്കും കാര്യങ്ങളൊന്നും ഇല്ല. ഇത് നിങ്ങൾക്ക് മീഷോയിലോ ഫ്ലിപ്പിലൊക്കെ ഇതിൻ്റെ സംഗതി ഈ ഒരു സെയിം സ്റ്റാൻഡ് കിട്ടുന്നുണ്ട് തോന്നുന്നുണ്ട്. ഇത് വാങ്ങണമെങ്കിൽ വാങ്ങിക്കാം. പക്ഷെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അറിയില്ല. എൻ്റെ അടുത്തുള്ള ഈ സാധനം അടിപൊളി ക്വാളിറ്റിയാണ് കേട്ടോ. അപ്പം ഇന്നിപ്പോൾ നമ്മൾ ഈ സ്റ്റാൻഡിന്മേൽ ഉള്ള പാത്രങ്ങളും ഒക്കെ ഒന്ന് കഴുകുകയാണ് കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മളെ സ്റ്റീലിൻ്റെ പാത്രങ്ങളൊക്കെ ഒന്ന് ഇത്തിരി സെബീന പൊടിയും കൂടി കൂട്ടിയിട്ട് ഉരച്ചിട്ട് നമ്മളെ സ്റ്റാൻഡ് ഉണ്ടല്ലോ ഞാൻ കഴുകി അതേപോലെ കൊണ്ടു വെച്ചിരിക്കണം കേട്ടോ. വെള്ളം ഉണങ്ങാതെ നിന്നിട്ടില്ല. എന്നിട്ട് കഴുകുന്ന പാത്രങ്ങളൊക്കെ അയിമക്ക് ഇപ്പം തന്നെ ഇങ്ങോട്ട് എടുത്തിരിക്കുകയാണ്. എന്നിട്ട് ഇവിടുന്ന് മാറ്റിക്കണ്ട് നമുക്ക് ഈ കൗണ്ടർ ടോപ്പ് മൊത്തത്തിൽ ക്ലീൻ ചെയ്യണം. അപ്പോൾ പിന്നെ ഓരോ പാത്രങ്ങളായിട്ട് മാറ്റണ്ടല്ലോ. ഈ സ്റ്റാൻഡ് ഓർക്കൻ ഇങ്ങോട്ട് എടുത്ത് മാറ്റിയാൽ മതിയല്ലോ. എങ്ങനെയുണ്ട് ഐഡിയ? പിന്നെ ഈ രണ്ടാമത്തെ ദിവസത്തെ ക്ലീനിങ് ചിലപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ ഇതെന്താ ഒരു ഇത്തിരി സ്പീഡിൽ എടുക്കണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. കാരണം എന്താ വെച്ചാൽ ഇന്ന് എനിക്കൊരു സ്ഥലം വരെ പോകാനുണ്ട് കേട്ടോ. അതിൻ്റെ ഒരു അർജൻറ്റ് ആ വീഡിയോയിലും കാണാനുണ്ട്. ഞാൻ എഡിറ്റ് ചെയ്ത സമയത്ത് ഇങ്ങനെ വിചാരിക്കേനി ഇതിപ്പോൾ എന്താ സ്പീഡിൽ എടുക്കണം എന്നുള്ളത്. കാരണം എനിക്കൊരു ബൈക്ക് പോകാണ്ടേനി കേട്ടോ. അപ്പോൾ ആ ഒരു പോണത് വരെയുള്ള ഗ്യാപ്പിൽ ഒരു 2 മണിക്കൂർ സമയമാണ് എനിക്ക് ക്ലീനിങ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു 2 മണിക്കൂറിൽ ഇത്ര ഏരിയ ക്ലീൻ ചെയ്യണം എന്ന് ഞാനിങ്ങനെ മനസ്സിൽ ഒരു കാൽക്കുലേഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു സമയമാകുമ്പോഴത്തേന് തീർക്കാനുള്ള ഒരു ബത്തപ്പാടാണ് കേട്ടോ. അതുകൊണ്ടാണ് ഒരു അർജൻറ്റിൽ എടുക്കണ മാതിരി ഒരു സ്പീഡിൽ എടുക്കണം കേട്ടോ. അപ്പോൾ സോറി കേട്ടോ, നമുക്ക് കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു. അപ്പം ഇന്ന് ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ ഗ്യാസിൻ്റെ ഒരു ഏരിയയും ഈ ഒരു കൗണ്ടർ ടോപ്പ് മൊത്തത്തിൽ ക്ലീൻ ചെയ്തെടുക്കാമെന്നാണ് വിചാരിച്ചത് കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗങ്ങളൊക്കെ ഒന്ന് തുടച്ച് ഡെയിലി നമ്മൾ തുടക്കണ സ്ഥലമൊക്കെ തന്നെയാണ് കേട്ടോ. പക്ഷെ എന്നാലും ചുമരൊക്കെ ഒന്നും കൂടി ഉരച്ച് ഒന്ന് നല്ല കുട്ടപ്പന്മാരാക്കി എടുക്കാനാണ് വിചാരിച്ചത് കേട്ടോ. അപ്പോൾ നമ്മൾ ആകാരവൻ്റെ ആളെ പുറത്തെടുത്തിക്കണം കേട്ടോ. സ്ക്രബ്ബറിനെ പുറത്തെടുത്തിക്കണേ. അതിന് ഞാനിത് ഈ സ്പോഞ്ചിൻ്റെ സ്ക്രബ്ബർ ഘടിപ്പിച്ചിട്ട് അത് വെച്ചിട്ട് ഒന്ന് ഉരച്ചു കൊടുക്കാമെന്നാണ് വിചാരിച്ചിരുന്നത്. പിന്നെ കയ്യിന് വല്ലാതെ ആക്കും വേണ്ട, എളുപ്പത്തിൽ പരിപാടി കഴിയുകയും ചെയ്യും. ഞാനിത് ഉപയോഗിക്കണം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയുണ്ടാവും ഇത് ഉപയോഗിച്ച് വലിയ പരിചയമില്ല എന്നുള്ളത്. കാരണം ഇത് ചെയ്തരല് അജുവാണല്ലോ, ഈ സ്ക്രബ്ബർ വെച്ചിട്ട് ചെയ്തരല്ലേ. ഞാനൊരു ഇത്തിരി അർജൻറ്റിലും ബേജാറിലൊക്കെ ആക്കണുണ്ടെങ്കിൽ
അത് കണ്ട അജ്ജു പറഞ്ഞു അങ്ങനെയൊന്നും അല്ല, അങ്ങനെ ഇത്ര മല്ലിക്കെട്ടൊന്നും വേണ്ട, ഞാൻ ചെയ്തുതരാന്ന് പറഞ്ഞിട്ട് ഓനെൻ്റെ അടുത്ത് ചെയ്ത് തന്നിട്ടുണ്ടേനി കേട്ടോ. ജസ്റ്റ് സാവധാനം നമ്മളിങ്ങനെ പിടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഓന് അത് ചെയ്യുമ്പോൾ തന്നെ ഞാനൊരിത്തിരി സബീനപ്പൊടി ലിക്വിഡൊക്കെ ഇട്ട് അവളെ ഗ്യാസ് ഒന്ന് സുന്ദര കുട്ടപ്പനാക്കി എടുക്കാന്ന് വിചാരിച്ച് നമ്മൾ ഗ്യാസിന്റെ വള്ളി ഉണ്ടല്ലോ ഇവിടുന്ന് ഊരാൻ കിട്ടൂല. അതുകൊണ്ടാണ് ഞാനിത് ഇവിടുന്ന് കൗണ്ടർ ടോപ്പിന്റെ മുകളിൽ നിന്ന് മാറ്റാത്തത് കേട്ടോ. അപ്പം അതുകൊണ്ടാണ് അവിടെ തന്നെ വെച്ചിട്ട് വരക്കണത്. അപ്പോൾ അജു ഓരോ തല ഇതാക്കിയാണ് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. ഞാൻ സോപ്പാക്കിൻ്റെ പുറത്ത് ഓൻ്റെ ഭാഗം ഒരിത്തിരിയും കൂടി ലിക്വിഡ് വെച്ച് ഒരുപാട് അങ്ങനെ പാത്തിപ്പിച്ചിട്ട് ചങ്ങായി. അപ്പം ഓനെ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പിടിച്ചെടുത്താൽ മതി. പിന്നെ നമുക്ക് ഒരുപാട് ഉരച്ച് ഇതാക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഇത് ഒരു സ്പോഞ്ചിന്റെ സ്ക്രബ്ബറാണ് കേട്ടോ. അപ്പം അതുകൊണ്ട് വല്ലാണ്ട് വിര വീണ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അപ്പം അതുകൊണ്ട് അത് ഒരു തല ഓന് ശരിയാക്കുന്നുണ്ട്. അപ്പം ആ സമയം കൊണ്ട് ഞാൻ നമ്മളെ പൈപ്പും കൂടെ ഒന്ന് ക്ലീൻ ആക്കി. എല്ലാവരും കുളിച്ചുമ്പോൾ ഒരാളായിട്ട് വ്യത്യാസമാവുണ്ടല്ലോ. എല്ലാവരും നിന്ന് കുളിപ്പിച്ച് നമുക്ക് കുട്ടപ്പന്മാരാക്കി എടുക്കാം. ഈ സൈഡ് വരച്ചോ അങ്ങനെ കുറേ ചങ്ങായിക്ക് ഈ സ്ക്രബ്ബർ കൊണ്ട് പണിയെടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാരണം നമുക്കിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പിടിച്ചെടുത്താൽ പോരെ. അപ്പോൾ ആ ഒരു ഇത് ഭയങ്കര ഇഷ്ടമാണ് ഓന്. അതുകൊണ്ടാണ് ഒരച്ചോട് തന്നെ വീണ്ടും വീണ്ടും ഉരച്ച് ഞാൻ നടക്കണ്ടേനി കേട്ടോ. സ്ക്രബ്ബർ നല്ല സുഖമാണ് കേട്ടോ. കാരണം നമുക്കിതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഇതുപോലെ ഉരക്കാനും ബാത്റൂമിൻ്റെ ചുമര് ഇതേപോലെ ഉരക്കാനും അതേപോലെ തന്നെ കാറ് ഉരക്കാനും അങ്ങനത്തെയൊക്കെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഗതിയാണ് കേട്ടോ. പിന്നെ ഞാൻ എപ്പോഴും പറയലില്ല, സോപ്പൊക്കെ കൈമ തട്ടി അലർജി ഉള്ളവർക്ക് ഇങ്ങനെ ഒരു സ്ക്രബ്ബർ ഉണ്ടെങ്കിൽ ജസ്റ്റ് കൈമ സോപ്പൊന്നും ആക്കാതെ നമുക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ നല്ലപോലെ വൈപ്പ് ചെയ്തെടുക്കാനൊന്നും പറ്റിയില്ലെങ്കിലും നമ്മൾ വിചാരിച്ച പോലെ നമുക്കിങ്ങനെ സോപ്പൊക്കെ തേച്ച് ഉരച്ചെടുക്കാൻ പറ്റും. അപ്പം നമ്മൾ ചുമര് എന്താ പറയുക ടൈലൊക്കെ ഒന്ന് ഇതാക്കിയതിന് ശേഷം പിന്നെ ഈ ഭാഗത്ത് ഉള്ള ജനലും ഒന്ന് തുടച്ചെടുക്കണം. ഈ ഭാഗത്തൊന്നുണ്ട്, തൊട്ടപ്പുറത്തെ ഭാഗത്ത് 3 കള്ളിയിലെ ജനലും ഉണ്ട് കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇച്ചിരി സ്പീഡിലാണ് പരിപാടികളൊക്കെ നടക്കുന്നത്. കാരണം ഞാൻ ഇടയ്ക്കിങ്ങനെ സമയം പോയി നോക്കണ്ടേനി കേട്ടോ. അപ്പം ആ ഒരു സമയമാകുമ്പോഴത്തേന് ഇതൊക്കെ തീരണം എന്നുള്ളൊരു ആ ഒരു ഇതിലാണ് കേട്ടോ. ഇനിയിപ്പോൾ തീർന്നിട്ടില്ലെങ്കിൽ ഞാൻ ജസ്റ്റ് അവിടെ വെച്ചിട്ട് നിർത്തും. പക്ഷെ എന്നാലും ആ ഒരു ത്വര ഉണ്ടല്ലോ അത് ഫുള്ളായിട്ട് ഇങ്ങനെ തീർന്നിട്ട് നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് പോകുമ്പോൾ അപ്പം നമുക്കൊരു സന്തോഷിക്കാറ്. കാരണം നമ്മൾ വിചാരിച്ച പണികളൊക്കെ തീർത്തിട്ടാണല്ലോ പോണത് എന്നുള്ളത്. ഞാൻ വിചാരിച്ചിനി 2ാമത്തെ ദിവസം കൊണ്ട് ഫുള്ളായിട്ട് കിച്ചണിൻ്റെ പണി തീർക്കണം എന്നുള്ളതാണ് കേട്ടോ. പക്ഷെ നടന്നിട്ടുണ്ടായില്ല. 2ാമത്തെ ദിവസം കഴിഞ്ഞിട്ട് 3ാമത്തെ ദിവസം ഒരു ലോഡ് പണി ഉണ്ടേനി കേട്ടോ. അപ്പോൾ നമ്മൾ ഗ്യാസൊക്കെ ഒന്ന് എല്ലാം ഒന്ന് റെഡിയാക്കി ഒക്കെ സെറ്റാക്കി ഇപ്പോൾ ഓലയൊക്കെ ഒന്ന് തിരിച്ചതേപോലെ ഒന്ന് കൊണ്ടുപോയി വെക്കട്ടെ കേട്ടോ. അങ്ങനെ നമ്മളെ കൗണ്ടർ ടോപ്പിൻ്റെ ഒക്കെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് പിന്നെ കൗണ്ടർ ടോപ്പ് ഒന്ന് വെക്കണ ഓരോരുത്തരും ഒന്ന് കുളിപ്പിച്ച് കുട്ടപ്പന്മാരൊക്കെ ആക്കി ഇരിക്കട്ടോ. അപ്പം ഇത് നമ്മളെ കവിയും കാര്യങ്ങളൊക്കെ ഇട്ടേക്കുന്നതാണ് കേട്ടോ. ഒരു ജനലിൻ്റെ സൈഡിൽ വെക്കുന്നതാണ് കേട്ടോ. ഈ സാധനം ഞാൻ ഫ്ലിപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. 6-7 മാസമായി. അടിപൊളിയാണ്. പിന്നെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുള്ള അധികം സാധനങ്ങളും ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങണത് തന്നെയാണ് കേട്ടോ. മീഷോന്നായിട്ടും ഫ്ലിപ്പിന്നായിട്ടും വാങ്ങിക്കുന്ന സാധനങ്ങൾ തന്നെയാണ്. അപ്പം ഇനി വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കണം എന്നൊക്കെ തോന്നുകയാണെങ്കിൽ യൂസ്ഫുൾ ആയിട്ടുള്ളത് അതെനിക്കും വേണമെന്നൊക്കെ തോന്നുമല്ലോ നമുക്കൊരു വീഡിയോ കാണുമ്പോൾ. അങ്ങനെ എനിക്ക് തോന്നുകയാണെങ്കിൽ ഏതെങ്കിലും പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി എന്ന് വെച്ചാൽ ഞാൻ പ്രൊഡക്റ്റ് ടാഗ് ചെയ്ത് കൊടുത്തതും ഡിസ്ക്രിപ്ഷനിലും ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. അതിൻ്റെയൊക്കെ ലിങ്ക് ഉണ്ടാവുക. ഇത് ഒരു ബാത്റൂം ഓർഗനൈസറാണ് കേട്ടോ. അപ്പോൾ അത് ബാത്റൂമിലല്ല, ഞാൻ ഇവിടെ ഈ ഒരു സ്ഥലത്ത് ഇങ്ങനെ വെക്കലാണ് കേട്ടോ. അപ്പോൾ അത് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കനുള്ളത് വെച്ചാൽ ഇതിൻ്റെ ആ സ്റ്റിക്കർ പറഞ്ഞു പോരും കേട്ടോ. അപ്പോൾ ഇത് ഒരു 10 വാങ്ങാൻ കിട്ടും. ഇതിൻ്റെ സ്റ്റിക്കർ മാത്രമായിട്ടില്ല ഇങ്ങനെ ഒട്ടിക്കണ ഈ സാധനം. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് 10 ഇങ്ങനെ വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ അതിനൊന്നും എടുത്തിട്ടാണ് ഇപ്പോൾ കൊണ്ടുവന്ന് ഞാൻ പൊട്ടിച്ചു കൊടുത്തത് കേട്ടോ. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാരണം കൗണ്ടർ ടോപ്പിന് മാച്ചായിട്ട് ഒരു വൈറ്റ് ആയിട്ട് ആണേനും, പക്ഷെ ആ ഒരു ഭാഗത്താവുമ്പോൾ നമുക്ക് ഇങ്ങനെ ഈ ഒരു സിങ്കിൻ്റെ ഏരിയയിലൊക്കെ അവിടെ ഇവിടെ നിലത്ത് വെക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ നമുക്ക് കുളത്തിടാൻ നിലത്ത് വെച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനിയിപ്പോൾ സ്റ്റിക്കർ ഇല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ നിലത്ത് വെച്ചാലും കുഴപ്പമൊന്നുമില്ല. ഹോൾ ഉണ്ടായതുകൊണ്ട് വെള്ളമൊന്നും തങ്ങിയൊന്നും നിൽക്കൊന്നുമില്ല. അപ്പം അത് പിന്നെ ഞാൻ എല്ലാം വൈറ്റ് കൗണ്ടർ ടോപ്പിന് വാങ്ങിച്ചായിട്ടൊക്കെ ഒരു വൈറ്റുമ്പോൾ കൂടിയൊക്കെ കേട്ടോ ഞാൻ. അപ്പോൾ അതൊക്കെ വൈറ്റ് ഞങ്ങൾ ചെടിച്ചട്ടിയും എല്ലാം വൈറ്റ് തന്നെയാണ് കേട്ടോ ഞാൻ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ.
ഈ വൈറ്റ് ആകുമ്പോൾ പൊടിയൊക്കെ ആവും, പക്ഷെ എന്നാലും ഡൈലൊന്നും ഞാൻ ഈ പറയുന്ന സ്പൂൺ ഹോൾഡറൊന്നും ഡൈലൊന്നും കഴുകലും ഒന്നുമില്ല കേട്ടോ. നല്ലോണം പൊടിയായി എന്ന് നമുക്ക് തോന്നൂല കാണുമ്പോൾ. അപ്പോൾ ആ ഒരു സമയത്ത് എടുത്തിട്ട് കഴുകും. അതെന്താണെങ്കിലും ആ ഒരു സമയത്ത് ഇങ്ങനെ തുടച്ചിട്ട് അങ്ങനെ പോകും. അല്ലാതെ ഡെയിലി എല്ലാ ഭാഗവും കവർ ചെയ്ത് തുടച്ച് ആ ഒരു രീതിയിലൊന്നും ഞാൻ കൊണ്ടടക്കലില്ല കേട്ടോ. സത്യമായിട്ട് പറയാലോ, ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ക്ലീനിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യം. പക്ഷെ അത് വിചാരിച്ചിട്ട് ഫുൾ ടൈം ക്ലീനിങ് ആയിട്ട് നടക്കുന്നത് വലിയൊരു താല്പര്യമൊന്നുമില്ല കേട്ടോ. പിന്നെ ഇപ്പം നമ്മൾ ഏത് ഭാഗമാണെങ്കിലും ഒതുക്കി വെച്ചാൽ അതുപോലെ എപ്പോഴും നിന്നോളൊന്നുമില്ലല്ലോ. കാരണം ഒരു വീട്ടിൽ നമ്മൾ മാത്രമാകുമ്പോൾ പിന്നെ നമ്മൾ സിസ്റ്റം എല്ലാം നടക്കും. പക്ഷെ ഒരു 4-5 ആൾക്കാരുള്ള വീട്ടിൽ ഇതൊന്നും നടക്കൂല. നമ്മൾ ഇവിടെ ഒരു സാധനം വെച്ചാൽ അത് കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ച് അപ്പുറത്താവും. മക്കളൊക്കെ ആകുമ്പോൾ പിന്നെ പ്രത്യേകിച്ച് അങ്ങനെയാണ്. പിന്നെ നമ്മളിങ്ങനെ പറ്റുന്ന സമയത്തൊക്കെ ക്ലീൻ ചെയ്തും ഒതുക്കി വെച്ചും ഒക്കെ പോവാം. അപ്പോൾ ഫുൾ ടൈം എല്ലാതും വിചാരിച്ച മാതിരി ആവണം എന്നൊന്നും അങ്ങനെ വാശിയൊന്നും ഞമ്മക്കില്ല കേട്ടോ. കുറച്ച് ദിവസങ്ങളായിട്ടേ ഞാൻ ബാക്കിയുള്ള ഭാഗത്തുള്ള നനച്ചുള്ളി പണിയൊക്കെ ആയിട്ട് ഇങ്ങനെ ബിസി ആയിട്ടുണ്ട്. ചെടികൾക്കൊന്നും വിചാരിച്ച മാതിരി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായില്ല. കാരണം എല്ലാ ദിവസവും കിച്ചണിൽ വരും പോവുകയൊക്കെ ചെയ്യുമെങ്കിലും ചില ദിവസങ്ങളിൽ ഇവനെ വിചാരിച്ച മാതിരി ഒന്ന് കെയർ ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായില്ല. അപ്പോൾ ഏതായാലും തുടച്ചെടുത്ത സ്ഥിതിക്ക് ഉള്ള വെള്ളമൊക്കെ നനച്ചെടുത്ത് ഒക്കെ ഒന്ന് ഉഷാറാക്കി വെച്ചിരിക്കണം കേട്ടോ. അപ്പോൾ നമ്മളെ പാത്രങ്ങൾ വെക്കുന്ന സ്റ്റാൻഡ് അതേപോലെ എടുത്തിട്ട് ഞാനിവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കണം കേട്ടോ. ഇതൊരു പഴയ സ്റ്റാൻഡ് എനിക്ക് കിട്ടിയത് ഇനി കേട്ടോ. അതാണ് അവിടെ ഇവിടെയൊക്കെ ഒരു കെട്ടും മട്ടൊക്കെ ആയിട്ട്. പക്ഷെ എന്നാലും ഉപയോഗം നടക്കുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ ഞാൻ അത് ഇതുവരെ മാറ്റാനൊന്നും നിന്നിട്ടില്ല കേട്ടോ. ഭാവിയിലേക്ക് കേട് വരുമ്പോൾ നമുക്ക് വേറെ മാറ്റാം. അപ്പം നമ്മളെ കൗണ്ടർ ടോപ്പും സകലാതും തുടച്ച് നമ്മളെ കഷ്ണം ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മളെ ഈ ജനലുകളും കൂടി ഒന്ന് തുടച്ചിടണം. ഈ ഒരു 3 ജനലും കൂടി തുടക്കണം. അതുവരെ ഉള്ള ക്ലീനിങ് പരിപാടിയാണ് കേട്ടോ ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ. അപ്പം അതും കൂടി കഴിഞ്ഞാൽ ആ ഒരു കൗണ്ടർ ടോപ്പിൻ്റെ ഏരിയ മൊത്തം കവർ ചെയ്ത് പോകും. അപ്പം ആ ഒരു രീതിയിലാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ. എന്തായാലും ഞാൻ വണ്ടി പാഞ്ഞ് ആ ഒരു 2 മണിക്കൂർ കൊണ്ട് ഇതൊക്കെ ഒപ്പിച്ചെടുത്തു കഴിഞ്ഞിട്ടോ. എല്ലാവർക്കും ഇപ്പോൾ ഇത് ചെയ്യാൻ 2 മണിക്കൂർ വേണമെന്നൊന്നുമില്ല. പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞില്ലേ, ക്യാമറ അങ്ങോട്ട് വെച്ച് ഇങ്ങോട്ട് വെച്ച് ആ ഒരു രീതിയിലൊക്കെ ചെയ്ത് വരുമ്പോൾ എന്തായാലും പിടിച്ചുവിട്ടോ. 2 മണിക്കൂറൊന്നുമല്ല, 2-2.5 ആയിട്ടുണ്ട് ഇനി. പക്ഷെ എന്നാലും ഞാൻ കുറച്ച് നേരത്തെ ഇറങ്ങിയതുകൊണ്ട് ഞാൻ വിചാരിച്ച നേരൊക്കെ ആയപ്പോഴത്തേന് ഒരുവിധം എൻ്റെ പണികളൊക്കെ തീർന്നിട്ടുണ്ട് ഇനി കേട്ടോ. അങ്ങനെ എൻ്റെ വിചാരിച്ച കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ആ ഒരു വിചാരിച്ച സ്ഥലത്തേക്ക് പോകുമ്പോൾ വല്ലാത്തൊരു സന്തോഷമാണ് കേട്ടോ. എങ്ങോട്ട് പോണത് എന്നുള്ളതൊന്നും ഞാൻ ഇന്ന് പറയുന്നില്ല. ഇൻഷാ അല്ലാഹ് ഞാൻ വേറൊരു വ്ളോഗിൽ എങ്ങോട്ടാണ് പോണത് എന്നുള്ളതും ആ ഒരു സന്തോഷമൊക്കെ നിങ്ങളായിട്ട് പങ്കുവെക്കാം കേട്ടോ. അപ്പോൾ 2ാമത്തെ ദിവസത്തെ ക്ലീനിങ് ഞാനിതാ ഇതോടുകൂടി അവസാനിപ്പിച്ചു. അപ്പം അത് കഴിഞ്ഞിട്ട് ബാക്കി ഉള്ള ക്ലീനിങ് ഒക്കെ ഞാൻ 3ാമത്തെ ദിവസമാണ് എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ 2ാമത്തെ ദിവസം ഇങ്ങനെ പോകാനുള്ളത് കൊണ്ട് 2ാമത്തെ ദിവസം ക്ലീനിങ് ഞാൻ അവിടെ വെച്ചിട്ട് അങ്ങോട്ട് അവസാനിപ്പിച്ചു കേട്ടോ. പിന്നെ 3ാമത്തെ ദിവസം ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ഇനി എടുത്തിട്ടുണ്ടായിനി അത് കേട്ടോ. ബാക്കി കുറച്ചുള്ളൂ എടുക്കാനുള്ളത്. അപ്പം ഈ ഒരു നമുക്കൊരു കബോർഡ് ഉണ്ടല്ലോ, ആ കബോർഡത്തെ സാധനങ്ങളെല്ലാതും ഒന്ന് വലിച്ചിട്ട് ഒക്കെ ഒന്ന് നമ്മളെ ഗ്ലാസ്സുകളും കാര്യങ്ങളൊക്കെ ഒന്ന് തോത്തി തുടച്ച് തോത്തിയല്ല കേട്ടോ, എഗ്ഗ് വൃത്തിയാക്കി ഞാനിവിടെ ജനൽമ കുത്തിച്ചാരി വെച്ചിരുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് കുളിപ്പിച്ചണം. നനച്ചുള്ളി പണിയാകുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും ഒന്ന് കുളിച്ചണം. അപ്പോൾ എല്ലാവരും ഒന്ന് കുളിപ്പിച്ച് കുട്ടപ്പന്മാരാക്കിയിട്ട് ഞാനിങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ 6 സെറ്റ് ഈ കപ്പുകളെ ഞാൻ വാങ്ങിയിട്ടുണ്ട് എൻ്റെ മീഷോന്ന് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമായിട്ട് വാങ്ങിയതാണ് കേട്ടോ. കാണാൻ നല്ല അടിപൊളിയാണ്. ഒരുപാട് വലുതൊന്നുമല്ല, പക്ഷെ നല്ല അത്യാവശ്യം കുറച്ച് നമുക്ക് ചായയൊക്കെ സെർവ് ചെയ്യാനൊക്കെ പറ്റും. വെള്ളമൊന്നും കൊടുക്കാൻ പറ്റില്ല, അതിന് മാത്രമൊന്നും വലുതല്ല, പക്ഷേ നല്ല അടിപൊളിയാണ്. പിന്നെ ഈ ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള ഞാൻ പറഞ്ഞ പോലെ തന്നെ അധികം പ്രൊഡക്റ്റും ഞാൻ മീഷോ, ഫ്ലിപ്പ് ഒക്കെ വാങ്ങിയതാണ്. എനിക്ക് ഏതെങ്കിലുമൊക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സും അതേപോലെ തന്നെ പിന്നെ ഞാൻ കുറച്ചൊക്കെ പ്രൊഡക്റ്റ് ടാഗ് ചെയ്തും കൊടുത്തിട്ടുണ്ടാവും. അപ്പം അതിലൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കണമെങ്കിൽ വാങ്ങിക്കാം. പിന്നെ നമ്മളെ കുപ്പികളൊക്കെ ഞാൻ എല്ലാതൊന്നും ഒഴിച്ചിട്ടൊന്നുമില്ല, എല്ലാതും ഒന്ന് നനച്ച് തുടക്കുന്നുള്ളൂ കേട്ടോ. കാരണം ഞാൻ അധികം ഇങ്ങനെ ആയി തുടങ്ങുമ്പോൾ എല്ലാവരും ക്ലീൻ ചെയ്ത് പിന്നെ അടുത്ത റൗണ്ട് ഇടുമ്പോൾ അതിന് മുന്നേ ക്ലീൻ ചെയ്തൊക്കെ വൃത്തിയാക്കി വെക്കലുണ്ട്. അതുകൊണ്ട് ഒഴിഞ്ഞ് 2-3-4 ആൾക്കാരൊക്കെ ഒന്ന് കെഗി വൃത്തിയാക്കി വെച്ചിക്കണ്. ബാക്കിയുള്ളവരൊക്കെ ഒന്ന് പൊടി തുടച്ചെടുക്കണം കേട്ടോ. അത്യാവശ്യം നല്ല പൊടിയുണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാനുണ്ടല്ലോ ഈ നനച്ചുള്ളി പണി ആവണീൻ്റെ 1 മാസം മുന്നേ തന്നെ ഒരുവിധം ക്ലീനിങ് ഒക്കെ ഇങ്ങനെ നിർത്തിയേക്കും. എന്തായാലും നനച്ചുള്ളി പണി വരുമല്ലോ, അപ്പോൾ വൃത്തിയാക്കാലോ എന്ന് എത്തിയിട്ട് പിന്നെ ഈ നനച്ചുള്ളി പണി ഇങ്ങോട്ട് വരുന്ന സമയത്ത് ആകെപ്പാടെല്ലാം പാടൊക്കെ അതൊക്കെ സമാവാത്തിയാക്കിയിട്ട് ഇങ്ങോട്ട്
എടുത്തിട്ട് ഇങ്ങോട്ട് ചടക്കും എന്ന് പറയുന്ന കോലത്തിലാകും. പിന്നെ നമ്മൾ ഈ ഒരു ഗ്യാസിന്റെ അടിഭാഗത്തുള്ള കുറച്ച് സ്ഥലങ്ങളുണ്ട്. അപ്പൊ അവിടെയും കൂടെ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി എടുക്കണം. നമ്മളെ ഗ്യാസും കുറ്റി ഒന്ന് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതും ഒരുത്തൻ അടുത്ത ആഴ്ച പോകാനുള്ളതുമാണ് കേട്ടോ. ഗ്യാസും കുറ്റി കഴിഞ്ഞിരിക്കണ്. അപ്പൊ അടുത്ത ആഴ്ച ശനിയാഴ്ച ഓൻ പോകും. പക്ഷെ എന്നാലും പോകുമ്പോൾ കുളിച്ച് സുന്ദരനായി പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഓനെ ഞാൻ കുളിപ്പിച്ച് സുന്ദരന്മാരാക്കി. ഞാൻ ഇവിടുന്ന് എടുത്ത സാധനങ്ങളൊക്കെ അതേപോലെ വൃത്തിയാക്കി ഇവിടെ കൊണ്ടു വെച്ചിരിക്കണ കേട്ടോ. ഇനി കുറച്ചും കൂടി വരാനുണ്ട്. കുറച്ച് ആൾക്കാരൊക്കെ ഞാൻ കഴുകി വെച്ചിക്കണ്. മൂന്നാമത്തെ ദിവസമായപ്പോൾ തന്നെ ഞാൻ ആകെ ഇങ്ങോട്ട് കൊയങ്ങിയതായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്നത്തെ ദിവസം എടുക്കാൻ വലിയ മൂടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ വീഡിയോ അല്ലെങ്കിൽ പിന്നെയും ലേറ്റ് ആകുമല്ലോ നിങ്ങളുടെ അടുത്തേക്ക് എത്താൻ. അപ്പം അത് വിചാരിച്ചിട്ട് ഞാൻ മൂന്നാമത്തെ ദിവസം മെനക്കിട്ട് അന്ന് എടുത്ത് തീർത്തിട്ടു. പക്ഷെ എന്നാലും തീർന്നു എന്ന് പറയാനില്ല. ഒരുവിധം എല്ലാ ഭാഗം കവർ ചെയ്തു. പക്ഷേ ഫ്രിഡ്ജ് മാത്രം ക്ലീൻ ചെയ്തിട്ടില്ല. കാരണം എന്താ വെച്ചാൽ എൻ്റെ കെട്ടിയവൻ ഇന്നലെയാണ് കുറച്ച് അധികം സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, പച്ചക്കറികളൊക്കെ. അപ്പോൾ ഒരാഴ്ചക്കൊക്കെയുള്ള സ്റ്റോക്ക് ഉണ്ട് ഫ്രിഡ്ജിൽ. അപ്പൊ അത് ക്ലീൻ ചെയ്യൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, അതൊന്ന് ഒഴിഞ്ഞിട്ട് അത് ക്ലീൻ ചെയ്യാം. എന്തായാലും നോമ്പിന് ദിവസങ്ങൾ ഉണ്ടല്ലോ, അത് വിചാരിച്ചിട്ട് അത് ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. അപ്പൊ ഇത്രയ്ക്കും നമ്മളെ ക്ലീനിങ് വീഡിയോ ഇഷ്ടമായിക്കണമെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യണം. ഷൂട്ടിങ്ങിലും എഡിറ്റിങ്ങിലൊക്കെ ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ടതല്ലേ. അപ്പൊ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പൊ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും, ബൈ ബൈ.